നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി നാടൻ കോഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അടിപൊളി ചിക്കൻ മപ്പാസ് ഇന്ന് തയ്യാറാക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ കഴിവതും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യാൻ മറക്കരുത്. നല്ല വെള്ളയപ്പം, ഇടിയപ്പം, പൊറോട്ട, നെയ്ച്ചോറ് എന്നിവയുടെയൊക്കെ കൂടെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഈ ഒരു നാടൻ കോഴി മപ്പാസ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഒരു 1.5 കിലോ നാടൻ കോഴി കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് ചിക്കൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. നാടൻ കോഴി ആയതുകൊണ്ട് നല്ല വേവുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ വെച്ചിരിക്കുന്നത്. അപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി വെച്ച് ഒരു 5 to 6 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യുക. ഇനി ഒരു മസാലപ്പൊടി തയ്യാറാക്കിയെടുക്കാം. ഒരു വലിയ കഷ്ണം കറുകപ്പട്ട, ഒരു സ്റ്റാർ, ഒരു 4 ഏലക്ക, ഒരു 6 to 8 ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ പോപ്പി സീഡ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കാം. കറുകപ്പട്ട വലിയൊരു കഷ്ണമായതുകൊണ്ട് അത് നമുക്കൊന്ന് നുറുക്കി ചെറുതാക്കി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. മസാലകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 6 ഉണക്കമുളകും ഒരു 2 to 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡ് വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ പേസ്റ്റ് അടിച്ചത് ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ച മണം മാറിക്കിട്ടും. ഇഞ്ചി വെളുത്തുള്ളി എന്നിവയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 100 ഗ്രാം ചുവന്നുള്ളി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ചുവന്നുള്ളി അരിയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 6 മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4 കഷ്ണം പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വാടി കിട്ടുന്നതിന് ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം. പൊടിയുപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് തപ്പിപ്പൊത്തി വെച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് 3 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ചെടുത്ത മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് വളരെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യുമ്പോൾ മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും. ഇനി ഈ മസാലയ്ക്കകത്തേക്ക് ആ ചിക്കൻ്റെ സ്റ്റോക്ക് മാത്രം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ്റെ സ്റ്റോക്കിൽ കൂടുതലും ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ നെയ്യ് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു 2 to 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് മസാലയുമായി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 to 3 മിനിറ്റ് എടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ച് എടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കനിൽ നല്ലപോലെ ഒന്ന് മസാല പിടിച്ച് കിട്ടും. മൂടി തുറന്നു കഴിയുമ്പോൾ നല്ലൊരു വാസന വരുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ചിക്കൻ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കുന്നതിന് ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത്, ഒരു 10 ബദാം, ഒരു 10 to 15 കഷ്ണം കശുവണ്ടി, കൂടെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്കൊന്ന് അരച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സി കഴുകിയ വെള്ളവും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 to 3 മിനിറ്റ് എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അല്പം കൂടി കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 3 to 4 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇതേ കൂട്ട് ഒന്ന് ഇളക്കുക. ചിക്കൻ മപ്പാസൊക്കെ ഉണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ച് നാടൻ കോഴിയുടെ ആകുമ്പോൾ, നമ്മൾ വിറകടുപ്പിൽ വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി നമുക്ക് ഒരു വറവൽ തയ്യാറാക്കാം. അതിനായിട്ടൊരു ചീനിച്ചട്ടിക്കകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 10 ബദാം, ഒരു 10 to 15 കഷ്ണം കശുവണ്ടി പരിപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു 8 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡ് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 3 to 4 തണ്ട് കറിവേപ്പില നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു 30 സെക്കൻഡ് അതിനകത്തിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ എണ്ണയ്ക്കകത്തുനിന്ന് ഈ വറവൽ കോരി മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയോട് കൂടി തന്നെ ഉരുളിക്കകത്തേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ എണ്ണയുടെ കൺസംഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേ കൂട്ട് എണ്ണയിൽ നിന്ന് ഈ വറവൽ സെപ്പറേറ്റ് ആക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഉരുളിക്കകത്തേക്ക് ഈ വറവൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സ്വയംഭൻ നാടൻ കോഴിയുടെ മപ്പാസ് റെഡിയായിട്ടുണ്ട്. വീഡിയോ കണ്ട കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.